എല്ലാവർക്കും നമ്മുടെ അടിപൊളി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെൻ്റെ യൂട്യൂബിലെ ഫസ്റ്റ് വോയിസ് ഓവർ വീഡിയോ ആണ്. സോ കുറേ മിസ്റ്റേക്സ് ഒക്കെ ഉണ്ടാവും, നിങ്ങൾ ക്ഷമിക്കുമെന്ന് കരുതുന്നു. ചെറിയൊരു ചമ്മലൊക്കെ ഉണ്ട് ഇങ്ങനെ സംസാരിക്കാൻ. അപ്പം നമുക്ക് കാര്യത്തിലേക്ക് വരാം. എൻ്റെ വോയിസ് എഫക്റ്റ് ഞാൻ മാറ്റേണ്ട കേട്ടോ. വീട്ടമ്മമാരായാലും ജോലിക്ക് പോകുന്നവരായാലും ഏറ്റവും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് നമ്മൾ അടുക്കളയിൽ തന്നെയാണ്. അവിടെ നമ്മുടെ പണികൾ എളുപ്പമാക്കാൻ സഹായിക്കുന്ന അധികം ആരും പറഞ്ഞു തരാത്ത 10 കിടിലൻ ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ പലതും നിങ്ങളുടെ പൈസയും സമയവും ലാഭിക്കാൻ സഹായിക്കുന്നതാണ്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായി കാണണേ. അപ്പോൾ ഇന്നത്തെ ഫസ്റ്റ് ടിപ്പാണ് പയർവർഗ്ഗങ്ങളിൽ വണ്ട് വരാതിരിക്കാൻ. ഇതിനായി നമ്മൾ ചെയ്യേണ്ടത് പയർ, കടല, വൻപയർ എന്നിവ സൂക്ഷിക്കുന്ന പാത്രത്തിൽ 2-3 ഉണക്കമുളക് ഇട്ട് വയ്ക്കുക. മുളകിൻ്റെ എരിവും ഗന്ധവും വണ്ടുകളെയും പുഴുക്കളെയും അകറ്റി നിർത്തും. സാധാരണ ഉപയോഗിക്കുന്ന വേപ്പിലയേക്കാൾ ഫലപ്രദമാണിത്. സെക്കൻഡ് ടിപ്പാണ് മുറിച്ച ആപ്പിൾ കറുത്തു പോകാതിരിക്കാൻ. ആപ്പിൾ മുറിച്ച് വെച്ചാൽ പെട്ടെന്ന് നിറം മാറും. ഇത് ഒഴിവാക്കാൻ 1 കപ്പ് വെള്ളത്തിൽ 2 സ്പൂൺ തേൻ കലർത്തി അതിൽ ആപ്പിൾ കഷ്ണങ്ങളൊന്ന് മുക്കി വയ്ക്കുക. മണിക്കൂറുകളോളം ആപ്പിൾ ഫ്രഷായി ഇരിക്കും. മൂന്നാമത്തെ അടിപൊളി കിച്ചൺ ഹാക്കാണ് ബിരിയാണിയിൽ ഉപ്പ് കൂടിയാൽ. കറിയിലാണെങ്കിൽ നമുക്ക് ഉരുളക്കിഴങ്ങ് ഇടാം, പക്ഷെ ചോറിലും ബിരിയാണിയിലൊക്കെ ആണെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. എന്നാൽ ബിരിയാണിയിലെയും ചോറിലേക്ക് ഉപ്പ് ബാലൻസ് ചെയ്യാൻ അല്പം ഗോതമ്പ് പൊടി വെള്ളം ചേർത്ത് ചെറിയ ഉരുളകളാക്കി ബിരിയാണിക്കിടയിലിട്ട് കുറച്ചു നേരം ദം ചെയ്യുക. ചോറിലെ അധികമുള്ള ഉപ്പ് ഈ ഉരുളകൾ വലിച്ചെടുത്തോളും. വിളമ്പുന്നതിന് മുമ്പ് ഈ ഉരുളകൾ നമുക്ക് മാറ്റാം. നെക്സ്റ്റ് ആണ് മിക്സി ജാറിലെ ദുർഗന്ധം മാറ്റാൻ. മത്സ്യമോ ഇറച്ചിയോ അരച്ചാൽ മിക്സി ജാറിലെ മണം ഇങ്ങനെ തങ്ങി നിൽക്കും. ഇത് മാറ്റാൻ നാരങ്ങ തൊലി അല്പം വെള്ളം ചേർത്ത് ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കുക. മണം മാറി കിട്ടുമെന്ന് മാത്രമല്ല ജാർ വെട്ടിത്തിളങ്ങുകയും ചെയ്യും. പപ്പടം കേടുകൂടാതെ ഇരിക്കാൻ. പപ്പടം വാങ്ങിയാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒരു വല്ലാത്ത മണം വരാറുണ്ട്. ഇത് ഒഴിവാക്കാൻ പപ്പടം സൂക്ഷിക്കുന്ന കവറിനുള്ളിലോ പാത്രത്തിലോ ഒരു ബ്ലോട്ടിംഗ് പേപ്പറോ സാധാരണ ടിഷ്യൂ പേപ്പറോ വയ്ക്കുക. ഇത് വയ്ക്കുന്നതിലൂടെ പപ്പടത്തിലെ ഈർപ്പം പേപ്പർ വലിച്ചെടുക്കുന്നത് കൊണ്ട് പപ്പടം ദീർഘകാലം ഫ്രഷായി ഇരിക്കും. അടുത്തൊരു ബെസ്റ്റ് ടിപ്പാണ് കത്തിക്കും കത്രികയ്ക്കൊക്കെ മൂർച്ച കൂട്ടാൻ. കത്രികയുടെ മൂർച്ച കുറഞ്ഞാൽ ഒരു കഷ്ണം അലുമിനിയം ഫോയിൽ എടുത്ത് അതിൽ പലതവണ മുറിക്കുക. ഇങ്ങനെ ചെയ്യുന്നത് കത്രികയുടെ ബ്ലേഡുകൾ മൂർച്ചയുള്ളതാക്കാൻ സഹായിക്കും. നിങ്ങളെല്ലാവരും ഇഞ്ചി തൊലി കളയാൻ കത്തിയാണ് ഉപയോഗിക്കാറ് എങ്കിൽ ഒന്ന് കത്തി മാറ്റി സ്പൂണാക്കി നോക്കൂ. ഇഞ്ചിയുടെ മുക്കിലും മൂലയിലുമുള്ള തൊലി വളരെ എളുപ്പത്തിൽ ഇളകി വരും. ഇഞ്ചി പാഴാവുകയുമില്ല. പച്ചക്കറികൾ വാടിപ്പോയാൽ. ഫ്രിഡ്ജിൽ വെച്ച് വാടിപ്പോയ ക്യാരറ്റ്, മല്ലിയില എന്നിവ തിരികെ ഫ്രഷ് ആക്കാൻ ഒരു പാത്രം ഐസ് വെള്ളത്തിൽ അല്പം നാരങ്ങാനീര് ചേർത്ത് അതിൽ 15 മിനിറ്റ് മുക്കി വയ്ക്കുക. പച്ചക്കറികൾ പഴയതുപോലെ നല്ല ഫ്രഷായി മാറും. പുട്ട് കുറ്റിയിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. പുട്ടുണ്ടാകുമ്പോൾ കുറ്റിയിൽ ഒട്ടിപ്പിടിച്ച് ശരിക്കും വരാത്ത പ്രശ്നമുണ്ട്. പുട്ടിൻ്റെ കൂട്ട് നിറയ്ക്കുന്നതിന് മുൻപ് കുറ്റിക്കുള്ളിൽ അല്പം ഉപ്പുവെള്ളം തെളിക്കുക. പുട്ട് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല ആകൃതിയിൽ പുറത്തേക്ക് വരും. അടുത്തതാണ് പാത്രങ്ങളിലെ സ്റ്റിക്കർ കളയാൻ. പുതിയ പാത്രങ്ങളിലെ സ്റ്റിക്കർ ഇളക്കുമ്പോൾ അവിടെ പശ പറ്റിപ്പിടിക്കാറുണ്ട്. ഇത് ഒഴിവാക്കാൻ ഒരു ഹെയർ ഡ്രയർ ഉപയോഗിച്ച് സ്റ്റിക്കറിൻ്റെ ഭാഗത്ത് 30 സെക്കൻഡ് ചൂട് കാണിക്കുക. പശ ഉരുകി സ്റ്റിക്കർ വളരെ വൃത്തിയായി ഇളകിപ്പോരും. പഞ്ചസാരയിൽ ഉറുമ്പ് വരാതിരിക്കാൻ. ഇതിനായി പഞ്ചസാര ഡപ്പിയിൽ 1-2 ഗ്രാമ്പു ഇട്ട് വയ്ക്കുക. ഇത് ഉറുമ്പ് വരുന്നത് തടയും. മുട്ട കേടാണോ എന്നറിയാൻ ഒരു പാത്രം വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. താഴ്ന്നു കിടന്നാൽ നല്ലത്, പൊങ്ങി കിടന്നാൽ കേടാണ് എന്ന് മനസ്സിലാക്കാം. മുളക് ദീർഘകാലം ഇരിക്കാൻ ഞെട്ട് കളഞ്ഞ ശേഷം കാറ്റ് കടക്കാത്ത ഒരു പാത്രത്തിൽ വയ്ക്കുക. നെക്സ്റ്റ് ആണ് തൈര് പുളിക്കാതിരിക്കാൻ. തൈരിൽ ഒരു കഷ്ണം തേങ്ങ ഇട്ട് വെച്ചാൽ മതി. വെളുത്തുള്ളി ഈസിയായി തൊലി കളയാൻ അതിൻ്റെ അല്ലികൾ അടർത്തി മാറ്റി അല്പനേരം ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക. പിന്നീട് തൊലി കളയും. അത് ഈസിയായി അടർന്നു പോരും. ഉരുളക്കിഴങ്ങ് മുളയ്ക്കാതിരിക്കാൻ ഉരുളക്കിഴങ്ങിനോടൊപ്പം ഒരു ആപ്പിൾ വെച്ചാൽ മതി. കറികളിൽ ഉപ്പ് കൂടിയാൽ ഒരു ചെറിയ കഷ്ണം ഉരുളക്കിഴങ്ങ് കറിയിലിടുക. ഇത് ഉപ്പ് വലിച്ചെടുത്തോളും. ചോറ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ അരി വേവിക്കുമ്പോൾ കുറച്ച് നാരങ്ങ നീര് അല്ലെങ്കിൽ ഒരു തുള്ളി എണ്ണ ഒഴിക്കുക. ഇത് ചോറ് ഒട്ടിപ്പിടിക്കുന്നതിൽ നിന്നും തടയും. കണ്ണിൽ വെള്ളം വരാതെ സവാള അരിയുന്നതിന് 10 മിനിറ്റ് മുൻപ്
സവാള ഫ്രിഡ്ജിൽ വയ്ക്കുക. ഇഞ്ചി കേടുകൂടാതെ കുറേ കാലം സൂക്ഷിച്ചു വയ്ക്കാൻ നനവില്ലാത്ത മണ്ണിലോ അല്ലെങ്കിൽ സിപ്പ് ലോക്ക് കവറിലോ സൂക്ഷിക്കുക.